ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണായിട്ട്. ഒരു പുതുമയിൽ എന്തെങ്കിലും നോമ്പ് ഓർക്കുമ്പോൾ കഴിക്കണം തോന്നുമ്പോൾ ഒരു കിട്ടിലും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കാണായിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 300 ഗ്രാം ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം കൈകൊണ്ട് കുറച്ച് അങ്ങനെ ഓവർ ചെറുതാക്കിയിട്ടല്ല കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നിക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിലുള്ള ചിക്കനോ ബീഫോ എന്തെങ്കിലും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി അങ്ങനെയാണെങ്കിൽ ടേസ്റ്റാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനെ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഈ ഒരു പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഞാനൊരു 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ സവാള അത്യാവശ്യം വഴന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചതാണ്, ഓരോ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാറ്റം വരുത്തായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഫ്ലേവർ നോക്കിയിട്ട് ചേർക്കായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിലെ അത് മൊത്തത്തിലായിട്ട് ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലയുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും വേണ്ടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർക്കുന്നുണ്ട്. ഇത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ എടുക്കുക കേട്ടോ, അൺസാൾട്ടഡ് ബട്ടർ എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് അത്യാവശ്യം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓവർ തിക്കായിട്ടുള്ള മാവല്ല നമുക്കിത് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചുറ്റിക്കാൻ പറ്റണം കേട്ടോ. അത്രയും നേരിയ ക്രീപ്സ് ആയിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റണം. അങ്ങനെ ഇത് ക്രീപ്സ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പൂണ് കൊണ്ട് ചുറ്റിക്കാതെ ഇങ്ങനെ പാൻ കൊണ്ട് തന്നെ ചുറ്റിക്കണേ. നമ്മളിത് ക്രീപ്സ് ആയിട്ട് ചെയ്തെടുക്കുകയല്ലേ. അപ്പോൾ നേരെ ക്രീപ്സ് ആയിട്ട് കണ്ടില്ല, ഒരു സൈഡ് നന്നായിട്ട് അങ്ങ് ആറി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എണ്ണയും കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് റെഡിയായി കിട്ടിക്കോളും. അങ്ങനെ തന്നെ ഞാൻ ഒരു സൈഡ് റെഡിയായ സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ പാനിന് കോരി മാറ്റി വെക്കാം. അടുത്തതും പെട്ടെന്ന് ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ. നേരെ ക്രീപ്സ് ആയിട്ട് ചുട്ടെടുക്കാം. മാക്സിമം ശ്രദ്ധിക്കട്ടെ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ക്രീപ്സ് മൊത്തത്തിൽ ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബോർഡിൽ ഓരോ ക്രീപ്പ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ഹോട്ട് സോസോ അല്ലെങ്കിൽ പിസ്സ സോസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഏത് സോസായാലും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇല്ലയെന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല, നിർബന്ധമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യുക. ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ മൊസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അത് 1-2 സ്പൂണ് മസാല ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും. കാരണം നമ്മളിത് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒതുങ്ങി നിന്നോളും കേട്ടോ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ ആ ഒരു ക്രീപ്പ് നേരെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളത്, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആയാലും കുഴപ്പമില്ല. ഇതൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യട്ടെ, കുഴപ്പമില്ല. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നെയ്യിലോ ബട്ടറിലോ ആകുമ്പോൾ ഒന്നുകൂടി നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഞാനിതുപോലെ നമ്മുടെ സ്നാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു സൈഡ് ഒന്ന് കുക്കാകുമ്പോൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഒന്നും പുറമേ പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെ ഒട്ടി നിന്നോളൂ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരൂലേ, ഒരു മുരിഞ്ഞ പോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഉള്ളൊരു സ്നാക്കൊന്നും അല്ല കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോമ്പ് സമയത്ത് അത്തായോ മുത്തായോ ഒക്കെ ഒന്നിൽ പറ്റുമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഹെവിയാണ്, ഒരാൾക്ക് ഒരെണ്ണമൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാ ഞാനൊന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്